മലയാളത്തിലെ ഏറ്റവും ബ്രഹ്മാണ്ഡ സിനിമ അങ്ങനെ നാളെ തിയേറ്റർ റിലീസിന് വരികയാണ്. നാളെ ബുക്കിംഗ് ആരംഭിക്കുകയാണ്. മാർച്ച് മാസം 21 എന്തായാലും ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് കൃത്യം 1:08 വന്നത്, പുലർച്ചെ സംതിങ് ആണ് വന്നത്. ഞാൻ കിടന്നുറങ്ങുന്ന സമയത്താണ് പടത്തിൻ്റെ ട്രെയിലറൊക്കെ റിലീസ് ചെയ്തത്. കാണാൻ പറ്റിയില്ല. പുലർച്ചെ 5 മണിക്ക് നീറ്റപ്പോൾ കാണാൻ പറ്റി ഒഫീഷ്യൽ ട്രെയിലർ കണ്ടത് പുറത്ത് തന്നെയാണ്. കാരണം അതിനുള്ള മുതലുണ്ട്. 3 മണിക്കൂറിന് വലിയ സിനിമ എങ്ങനെയൊക്കെയാണ് മാക്സിമം ഓഡിയൻസിലോട്ട് എത്തിക്കാൻ പറ്റുക, സിനിമയിൽ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടൻസ് കംപ്ലീറ്റ് നല്ല ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആയിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ട്രെയിലർ റിവ്യൂലോട്ട് തന്നെ പോകാം, എന്നിട്ട് നമുക്ക് കുറച്ച് കളക്ഷനിലോട്ടും പോകാം. നമുക്ക് എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ എമ്പുരാൻ സിനിമ നമ്മുടെ ലാലേട്ടൻ, ടൊവിനോ തോമസ്, ഫഞ്ചു വരെ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് അങ്ങനെ ഒരുപാട് കാസ്റ്റ് വരുന്ന ഒരു വമ്പൻ സിനിമയാണിത്. ദീപക് ദേവാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. നമ്മുടെ രാജുവേട്ടനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്, ഒഫീഷ്യൽ ട്രെയിലർ. 3 മണിക്കൂർ ട്രെയിലർ, ഓൾമോസ്റ്റ് 3 മിനിറ്റ് 51 സെക്കൻഡ് ആയിട്ടാണ് ചുരുക്കി വന്നിരിക്കുന്നത്. ട്രെയിലറിൽ നല്ല വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സിനിമ ഒരു വെടിയും പുകയും പടം മാത്രമല്ല, ഒരു മാസ് എൻ്റർടൈനർ മാത്രമല്ല സിനിമ, ആക്ഷൻ പാക്കഡും ഉണ്ട്. അതുമാത്രമല്ല മെയിൻ കണ്ടൻറ്റ് പടത്തിൻ്റെ ലൂസിഫർ സിനിമയിലെ പൊളിറ്റിക്കൽ ത്രില്ലർ ആയിരുന്നു മെയിനായിട്ട് ഐറ്റം വന്നത്. അത് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെയായിട്ട് മാസ് മസാല എലമെൻസും ഉണ്ടായിരുന്നു. ഈ സിനിമയിലും അത് തന്നെയാണ് കൺഫേം ചെയ്യുകയാണ്, പ്രോമിസ് ചെയ്യുകയാണ് ഇവിടെ ഫാൻസുകാർക്കും അതുമാത്രമല്ല സിനിമേൻ്റെ ലവേഴ്സിനും ലൂസിഫർ സിനിമേൻ്റെ. കാരണം സിനിമേൻ്റെ ആ ഒരു സ്റ്റോറി അവർ ബാലൻസ് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ ത്രില്ലറും അതുമാത്രമല്ല ഖുറേഷി അബ്രഹാമിൻ്റെ ബാക്ക് സ്റ്റോറി, അതുമാത്രമല്ല കുറേ പൊളിറ്റിക്കൽ ഇൻവോൾവ് ആവുന്ന കുറേ സീൻസ് ഉണ്ട്. റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒക്കെ ബേസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും പല സീൻസും കാണുമ്പോൾ, പല ക്യാരക്ടേഴ്സിനെയും ഒരു ഒഫീഷ്യൽ ട്രെയിലറിൽ. അത് മാത്രമല്ല നല്ല എൻറിച്ച്ഡ് ആയ നല്ല ക്വാളിറ്റി ഹോളിവുഡ് ആക്ടേഴ്സും അതുമാത്രമല്ല നല്ല കിഡിലനായ ഇന്ത്യയിലെ തന്നെ പല കാസ്റ്റും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന പോലെയാണ് ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നത്. ഈവൻ നല്ല ഐമാക്സ് ഫോർമാറ്റ് പോലെയാണ്, നല്ല വലിയ ഫോർമാറ്റാണ് സിനിമയുടെ ട്രെയിലർ ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്നത്. എന്തായാലും നല്ല ക്വാളിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് എല്ലായിടത്തും. ഈവൻ സിനിമേൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഇങ്ങനൊരു ലാലേട്ടൻ്റെ ഇൻട്രോ ഒക്കെ ഇതിൽ ഈ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ല. നമുക്ക് അങ്ങോട്ട് ഗൂസ് ബംസ് മാത്രമല്ല, നമുക്ക് ഒരു രോമാഞ്ചം വരുന്ന ഫീലാണ് സത്യം പറഞ്ഞാൽ. അത്രയും കിഡിലനാക്കിയിട്ടാണ് ലാലേട്ടനൊക്കെ ഇതിൽ പ്രസൻറ്റ് ചെയ്ത് ഒഫീഷ്യൽ ട്രെയിലറിൽ മാത്രമായിട്ട്. എന്തായാലും സിനിമയിലും ഒരു കിഡിലനായ ഇൻട്രോ തന്നെയായിരിക്കും കൊടുക്കാൻ പോകുന്നത്. ഫാൻസിനെ മാക്സിമം ഇത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്, 100% ഉറപ്പ്. ലൂസിഫർ തന്ന പോലെ തന്നെ വീണ്ടും ഒരു എമ്പുരാൻ സിനിമ, ഖുറേഷി അബ്രഹാം കുറച്ചും കൂടിയും വേറെ ലെവലായിട്ടാണ് ലൂസിഫർ സിനിമേൻ്റെ 3ാം ഭാഗം ഒരുക്കുന്നത് നമ്മുടെ എമ്പുരാൻ ായിട്ട് നമ്മുടെ രാജുവേട്ടൻ. എന്തായാലും പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ട്രെയിലർ കണ്ടിട്ട് നമ്മുടെ രജനികാന്ത്, SS രാജമൗലി, പ്രഭാസ് അങ്ങനെ ഒരുപാട് വലിയ വലിയ ആക്ടേഴ്സും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ വലിയ രീതിയിൽ സിനിമയിൽ ട്രെയിലർ കണ്ടിട്ട് വലിയ രീതിയിൽ അവർ ഹാപ്പിയാണ്. വലിയൊരു ഔട്ട്പുട്ട്, മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആണെന്നാണ് പലരും പറയുന്നത്, ഈവൻ മലയാളത്തിൽ തന്നെ ഒട്ടുമിക്ക ആക്ടേഴ്സും. എന്തായാലും ട്രെയിലർ എന്നാൽ രാത്രി ലീക്കായതാണ് സത്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ട്രെയിലർ ലീക്ക് ആയതുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞ പ്രിൻ്റ് ഫാൻസുകാർ കാണണ്ട. എന്തായാലും ഹൈ ക്വാളിറ്റി തന്നെ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് സിനിമേൻ്റെ എല്ലാ ഡബ് വേർഷനും ഒരേ സമയത്ത് ഒരു മണിക്ക് മുമ്പായിട്ട് ഒരു 12:30-ക്കുള്ളിൽ അവർ തന്നെ ഒഫീഷ്യലായിട്ട് അത് റിലീസ് ചെയ്തു ഓൺലൈൻ മീഡിയയിൽ. അല്ലെങ്കിൽ എൻ്റെ അൺഒഫീഷ്യലായ കുറേ തിയേറ്റർ പ്രിൻ്റ് പോലത്തെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ലീക്കായ കുറേ ക്ലിപ്സ് വന്നിട്ട് മൊത്തത്തിൽ പടത്തിൻ്റെ ഒന്ന് വലിയ രീതിയിൽ സിനിമേൻ്റെ മാർക്കറ്റിങ്ങിനെ തളർത്തും. ചിലപ്പോൾ ഇനി അവർ അറിഞ്ഞുകൊണ്ടിട്ടതാണോ എന്ന് നമുക്ക് അറിയത്തില്ല. കാരണം മാർക്കറ്റിംഗ് നമുക്കറിയാം, നെഗറ്റീവും ഉണ്ട് അതുമാത്രമല്ല പോസിറ്റീവും ഉണ്ട്. എന്തായാലും ഇത് ചിലപ്പോൾ അറിയാതെ വന്നതായിരിക്കാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് അങ്ങനെ. എന്തായാലും ഒഫീഷ്യലായ ആശീർവാദിൻ്റെ ചാനലിലും ശ്രീ ഗോകുലത്തിൻ്റെ ചാനലിലും വന്നു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഏതോ ചാനൽ ഒന്നിലാണ്, ഏതാണെന്ന് അറിയത്തില്ല, അറിയുന്നവരൊന്ന് കൺബോക്സ് ചെയ്യപ്പെടുക. എന്തായാലും ഒഫീഷ്യൽ ട്രെയിലർ അത്യാവശ്യം നല്ല വർത്തി തന്നെയാണ്. കാരണം സിനിമയുടെ ട്രെയിലറിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് സിനിമേൻ്റെ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇതിൽ ഇപ്രാവശ്യം തിന്മയായിട്ടാണ് വരുന്നത്. ചെകുത്താൻ, ദൈവത്തിൻ്റെ മകൻ ചെകുത്താനായി മാറിയിരിക്കുന്നു എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ടൊവിനോ തോമസ് വില്ലനാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇങ്ങനെയാണ് കമൻസ് മൊത്തം വരുന്നത് ഈ സിനിമയെ കുറിച്ച്. ടൊവിനോ വില്ലനാണ്, ഫഹദ് ഫാസിലാണ് ആ ചൈനക്കാരൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചൈനയിലെ ആ ഒരു ക്യാരക്ടർ ഫഹദ് ഫാസിലായിട്ട് വരിക? ഗൈസ്, അത് ഫഹദ് ഫാസിലൊന്നല്ല, അറിയാത്തവരോട് പറയാണ്. സിനിമേൻ്റെ ട്രെയിലറിൽ കമൻറ്റ് ബോക്സ് അയച്ചു നോക്കി, കുറേ പോസിറ്റീവാണ്, ഭൂരിഭാഗം പോസിറ്റീവാണ്. പിന്നെ ഈ 99%-ൽ 1% കീടാണ് വരുന്ന പോലെ ഹേറ്റേഴ്സ് ഉണ്ട്, കിടന്ന് കരയുന്നുണ്ട്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കരയാവുന്നേ ഉള്ളൂ. എന്തായാലും പടം കൊളത്തും ഇപ്രാവശ്യം. നമ്മുടെ ലാലേട്ടൻ്റെ ബിഗ്ഗസ്റ്റ് കംബാക്കാണ്. അത് മാത്രമല്ല മലയാളത്തിലെ ആദ്യ ഐമാക്സ് സിനിമയും കൂടിയാണ്. അപ്പം അതുമാതിരി നല്ല പോലെ മലയാളികൾ ഇത് യൂട്ടിലൈസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നാളെ രാവിലെ 9 മണിക്കായിരിക്കും സിനിമേൻ്റെ ഇന്ത്യയിലെ തന്നെ എല്ലായിടത്തും ബുക്കിംഗ് ആരംഭിക്കാൻ പോകുന്നത്. എല്ലാവരും പെട്ടെന്ന് ബുക്ക് ചെയ്യുക.
അല്ലെങ്കിൽ സീറ്റ് കിട്ടത്തില്ല. പിന്നെ സെക്കൻഡ് ഡേയിലോട്ട് പോവുകയാണെങ്കിൽ സ്പോയിലേഴ്സ് കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, മാക്സിമം സ്പോയിലേഴ്സ് നിങ്ങളുടെ ചെവിയിൽ എത്തിക്കും. അങ്ങനെ പടത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് കളയും വേസ്റ്റ് ബക്കറ്റിൽ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാൻ ശ്രമിക്കുക മാക്സിമം. അത് മാത്രമല്ല പടത്തിൻ്റെ കളക്ഷൻ ഞാൻ പറയാറുണ്ട്. കളക്ഷൻ നോക്കുകയാണെങ്കിൽ നിലവിൽ നമ്മുടെ ഓവർസീസിലെ 7 ദിവസം കൂടിയുള്ള റിലീസിനായിട്ട് ഇനി സിനിമേൻ്റെ ഓവർസീസിൽ ഇതുവരെയുള്ള കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ പുറത്തുനിന്ന് മാത്രം നിലവിൽ സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് 12.3 കോടിയാണ് നേടിയെടുത്തിരിക്കുന്ന കളക്ഷൻ എന്ന് പറയാൻ സാധിക്കുന്നത്. അത് ചില്ലറ കളക്ഷൻ ഒന്നും അല്ല, സത്യം പറഞ്ഞാൽ വലിയൊരു ഓപ്പണിംഗ് വരാൻ പോവുകയാണ്. വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, നമ്മുടെ മലയാളത്തിൽ തന്നെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നമ്മുടെ മരക്കാറാണ്. അറബിക്കടൽ സിംഹം ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ഓൾമോസ്റ്റ് 20 കോടിയുടെ മുകളിലാണ് കാണാൻ സാധിച്ചത്. എന്തായാലും ഒരു 30 കോടി അല്ലെങ്കിൽ 40 കോടി സിനിമ സിമ്പിളായിട്ട് ഫസ്റ്റ് ഡേ നേടിയെടുക്കും വേൾഡ് വൈഡ് ആയിട്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമുക്ക് അത്രയും വലിയൊരു കളക്ഷനിലോട്ട്. എന്തായാലും പ്രീസെയിൽ ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും സിനിമേൻ്റെ കേരളത്തിലെ പ്രീസെയിൽ കളക്ഷൻ ഫൈനൽ എത്ര വരുമെന്ന്. എന്തായാലും നമുക്ക് നാളെ മുതൽ സിനിമേൻ്റെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റും ചാനലിൽ വരുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് അത് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. എന്തായാലും ചിത്രത്തിൻ്റെ ഈ വർഷത്തിലെ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻ ചെയ്ത സിനിമ നോക്കുകയാണെങ്കിൽ ആകെ ചുരുങ്ങിയത് മാത്രമേ ഉള്ളൂ. നമ്മുടെ രേഖാചിത്രം, അതുപോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, പൊയിൻമാൻ, അങ്ങനെ കയ്യിലെണ്ണാവുന്ന സിനിമകൾ മാത്രം. അതും 27 കോടി അത്യാവശ്യം നേടിയെടുത്തത് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. അതിന് തൊട്ട് താഴേക്കായിട്ടാണ് രേഖാചിത്രം കാണുന്നത്. തികച്ച ഒരു 50 കോടി സിനിമ പോലും കേരള ബോക്സ് ഓഫീസിന് ഒരു മലയാള ചിത്രം ഈ വർഷം പുറത്തിറങ്ങിയിട്ട് വന്നിട്ടില്ല നിലവിൽ ഈ ഒരു മാസം മാർച്ചായിട്ട്. എന്തായാലും എമ്പുരാൻ സിനിമയിലൂടെ അത് മറികടക്കുമെന്ന് ഫുൾ എക്സ്പെക്റ്റേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ചിത്രത്തിൻ്റെ നിലവിലെ കളക്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് നിലവിൽ നമ്മുടെ ലാലേട്ടൻ്റെ അല്ല, നിലവിൽ കേരളത്തിലെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് നിൽക്കുന്ന കളക്ഷൻ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒടിയനാണ് നിൽക്കുന്നത് നല്ല ഓപ്പണിംഗ് ആയിട്ട് കേരള ബോക്സ് ഓഫീസിൽ. ഓൾമോസ്റ്റ് 7.22 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത്. ലൂസിഫർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 6.38 കോടിൻ്റെ അടുത്ത് അപ്രോക്സിമേറ്റ് ആയിട്ട് വരും. മരക്കാർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 6.35 കോടി കാണാൻ സാധിക്കുന്നുണ്ട്. ഭീഷ്മറും ഓൾമോസ്റ്റ് 6 കോടിൻ്റെ അടുത്താണ്. ടെർബോ നോക്കുകയാണെങ്കിൽ 6.15 കോടി. ഇങ്ങനെയൊക്കെയാണ് കളക്ഷൻ വരുന്നത് ഫസ്റ്റ് ഡേ ഓപ്പണിംഗിൽ. എന്തായാലും ഈ കളക്ഷൻസ് ഒക്കെ പ്രീസെയിലൂടെ തന്നെ നമ്മുടെ എമ്പുരാൻ സിനിമ നേടിയെടുക്കുമെന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത്. കാത്തിരിക്കുന്ന ചെയ്യുന്ന നമുക്ക് ചിത്രത്തിന്റെ റിലീസിനായിട്ട് മാർച്ച് മാസം 27-ാം തീയതി. എത്ര പേരാണ് സിനിമയ്ക്കാണ് പോകുന്നത് കൺഫേം ചെയ്യപ്പെടുത്തുക. കൂൾ സിനിമ വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ഡെവിലായി ഖുറേഷി അബ്രഹാമിനെ. എമ്പുരാൻ സിനിമയുടെ ട്രെയിലറിൽ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഈ ഒരു സിനിമേൻ്റെ ട്രെയിലറിൽ എമ്പുരാനെ എന്ന് പറഞ്ഞൊരു വോക്കൽ കൊടുത്തിരിക്കുന്നത് അലൻ ശ്രീരാജാണ്. പുള്ളിക്കാരൻ അത്രയും സൂപ്പർബായിട്ടാണ് ഈ ഒരു സ്ക്രീൻ പ്രസൻസിൽ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ ഇൻട്രോ എമ്പുരാനെ എന്ന് പറഞ്ഞൊരു വോക്കല് അതിപ്പോഴും നമുക്ക് മൈൻഡിലുണ്ടാവും ആ ഒരു ട്രെയിലർ കണ്ടവർക്ക്. എന്തായാലും തിയേറ്ററുകളിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് വർക്ക് തന്നെയാണ് എമ്പുരാൻ സിനിമയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. എത്ര പേർക്കാണ് ഇത് ഇഷ്ടമായെന്ന് കൺഫേം ചെയ്യപ്പെടുത്തുക. ഇത് പറഞ്ഞില്ലെങ്കിൽ അതിന് മോശമായി പോകും. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് മാർച്ച് മാസം 27-ാം തീയതി. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ.